ഹലോ ഗൈസ്, ഐ ആം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇന്നെന്തൊക്കെ വന്നു നോക്കാൻ തന്നെയാണ് ഗൈസ്. മെയിൻ അപ്ഡേറ്റ് ആണ് എന്നൊക്കെ നമ്മൾ കേട്ടു. നമ്മൾ പിന്നെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ഇത് ചെയ്തിട്ടില്ല. ആദ്യം വരുന്നതിന് മുമ്പേ നമ്മളെല്ലാം ചെയ്തു വെക്കണം. ഗൈസ് ഈ കമൻട്രി ഞാൻ അറിയാതെ ഡൗൺലോഡ് നിൽക്കി, നമുക്ക് എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം. ഞാൻ ഇതിനാണ് ഗൈസ് ഡൗൺലോഡ് ആക്കിയത്, വേറെ ഒന്നുമല്ല. എന്തായാലും നമ്മൾ പിന്നെയും വേറെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇന്നലെ വന്ന പാക്ക് പറഞ്ഞാൽ ഗൈസ് സ്ലാട്ടനൊക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട്. ഹസാർഡും ആ പാക്കിൽ തന്നെയാണ്, സ്ലാട്ടനും എല്ലാം വരുന്നുണ്ട് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടത് 8 തന്നെ വേണമെന്നില്ല, എനിക്കൊരു നല്ല സെൻട്രൽ ഫോർവേഡിനെ കിട്ടണമെന്നുണ്ട്. ഞാൻ അതിൽ കറക്കും മിക്കവാറും നാളെ മറ്റന്നാളായിട്ട് അതിൽ കറക്കാൻ നല്ല സാധ്യത ഉണ്ട്. കോയിനെല്ലാം ഒന്നായിട്ട് നമുക്ക് അതിലാണ്ട് പൊട്ടിക്കാൻ തന്നെയാണ് വിചാരം. എന്തായാലും നമ്മൾ കറക്കും ഗൈസ്, ഇപ്പോഴത്തെ കറക്കുന്നതാണ്. പാക്ക് ഓപ്പണിങ് ചെയ്യും, നമുക്ക് കിട്ടണം. ഫസ്റ്റ് 500 കറക്കും, കാരണം വെച്ചാൽ 500ൻ്റെ ഒരു ഇത് ഉണ്ടെന്നാണ് കേട്ട്. പിന്നെ ശവച്ചെങ്കോ വരല് അടുത്ത ആഴ്ച കേട്ടോ, നെക്സ്റ്റ് വീക്കാണ് ശവ വരല്. ഇതെന്തായാലും കയറിയിട്ട് നമുക്ക് കാണാം. ദിവസം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, ഇതോടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ഞാൻ പിന്നെ ഇതൊന്നും വെയിറ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം എല്ലുകൊണ്ട് ചെയ്തേക്കണേ. ചിലവർ നിങ്ങൾക്ക് നേരം എല്ലുകൊണ്ട് ക്യാൻസലാക്കി പോകും. ഇതൊക്കെ ഞാൻ ആദ്യം ചെയ്തു വെക്കണം. എന്തിനാ വെച്ചാൽ പിന്നെ വെറുതെ പോയാണ്ട് പിന്നെ ഇങ്ങനെ ഡൗൺലോഡ് ആക്കണമല്ലോ, അപ്പോൾ ടൈം എടുക്കും. ഇത് പിന്നെ 547 MB ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ആവും. അതായത് നമുക്ക് ഇതും കയറിയിട്ട് കാണാം, അതാവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇതിനിടെ നമ്മൾ സംസാരിച്ച ഇത് ക്യാൻസൽ നിൽക്കണമെന്നുണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മൾ ക്യാൻസൽ നിൽക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ കയറിയാണ് എല്ലാം ആദ്യം സെറ്റാക്കി വെച്ചു, പിന്നെ നിങ്ങൾക്ക് പിന്നെയും സെറ്റാക്കി വെക്കണം, അല്ലെങ്കിൽ സെറ്റാക്കൽ നമ്മൾ മറന്നു പോകും. പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്ത് വെച്ചാൽ അടുത്തതെന്നല്ലോ. എന്തായാലും നമുക്ക് കയറിയിട്ട് കാണാം. അതായത് ഡൗൺലോഡ് ഫെയിൽഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇതിലോട്ട് കിടക്കാം, അതാണ് നല്ലത്. എന്തായാലും ഡൗൺലോഡ് ഫെയിൽഡായാലും കുഴപ്പമൊന്നുമില്ല. ലോഗിനിങ്ങിൽ പുതിയതൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 ദിവസം 50 കോയിൻസ് കിട്ടും. ഒരു ചാൻസ് ഇല്ല, കുറേ ചാൻസ് ഇല്ല കേട്ടോ. ഇന്ന് വന്ന പാക്ക് ഇതാണ്, കിടിലൻ പാക്ക് തന്നെയാണ്. ഹസാർഡ്, ഇബ്രാഹിമോവിച്ച്, പെപ്പെ നമ്മൾ പറഞ്ഞതിന്, ലംബാർഡ്, എഡ്മിൽസൺ, പെപ്പെ, സ്നൈഡർ, സ്റ്റോയ്ക്കോവിച്ച്. നമ്മൾ എന്തായാലും ഇതിൽ ബാക്ക് ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു ഇതും വേണ്ട, നമ്മൾ ചെയ്തിരിക്കും. കാരണം എന്താ വെച്ചാൽ കുറച്ച് 250 ആൾക്കാരാണെങ്കിലും എന്താ പറയുക, 3 ആൾക്ക് 150 ആണെങ്കിൽ 6 ആൾക്ക് 300 ആണ്. പക്ഷേ 7 ആൾക്ക് ഇവിടെ 250 ആണെങ്കിൽ നമുക്ക് ലാഭം തന്നെയാണ്. പിന്നെ ഫസ്റ്റ് നമുക്കൊരു ഓഫറും കൂടി ഉള്ളതുകൊണ്ട് എന്തൊക്കെയായാലും ചെയ്യുന്ന കേട്ടോ. പെനാൾട്ടി തട്ടിയുണ്ട് അത്, അപ്പോൾ പെനാൾട്ടി ലക്കില്ല. റാൻഡം ബൂസ്റ്റ് ടോക്കൺ ഒന്നും കൂടി ഉള്ളല്ലോ അല്ലേ. എവിടെ എത്തി നോക്കാം. വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഡെയിലി ഗെയിമൊക്കെ പോലെ ഞാൻ പറഞ്ഞതിന് അടുത്ത ആഴ്ച വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് അടുത്ത ആഴ്ച ഇതാവുള്ളൂ. എനിക്കാണെങ്കിൽ ഇതൊക്കെ കിട്ടിയതാണ്, ഡെയിലി ഗെയിം നോക്കാനും കഴിയില്ല ഗൈസ്. പിന്നെ വേറെ എന്തെങ്കിലും വന്നിക്കണോ സ്പെഷ്യലായിട്ട്? കുറേ ഫ്രീ സ്പിൻ ഉണ്ട്, ഒന്ന് കറക്കും. ഇപ്പം തന്നെ നമ്മൾ കറക്കണം, കുറച്ചൊക്കെ മിഷൻസ് പോയോക്കണം. ഇപ്പോൾ ഇതിലൊന്നുണ്ട് ഗായ്സ്, വേറെ ഒന്നുമല്ല. ലോഗിൻ എന്ത് ചെയ്യും, മേക്ക് ചാൻസ് ഡീൽ
സ്പെഷ്യൽ കണ്ടീഷൻ ഗൈസ് നമുക്ക് 20 ഫ്രീ സ്പിൻ ആക്കിയാൽ മറ്റേത് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ന്യൂ ഇവൻറ്റ് ഗൈസ് ഈ ഫുട്ബോൾ ലീഗ് അല്ല ഇനി അവിടെ മാസ്റ്റർ ലീഗടാ. അപ്പം ഞാൻ അവിടെ മാസ്റ്റർ ലീഗ് തന്നെ വന്നിട്ടുണ്ട്. ചൂസ് അനദർ ടീം ഒന്നുമില്ല. നമുക്ക് സ്റ്റാർട്ട് വിത്ത് ബാഴ്സലോണ ടീം ചേഞ്ച് ആഫ്റ്റർ ജോയിനിങ് ഈവൻറ്റ്. ഓക്കെ സ്റ്റാർട്ട്. അതായത് നമുക്ക് മാസ്റ്റർ ലീഗ് എന്താണെന്ന് അറിയില്ല. നമ്മളൊന്ന് നോക്കുക കേട്ടോ മാസ്റ്റർ ലീഗ് എന്താണെന്നും. ഓ ഗൈസ് സോറി, അതിന് മുമ്പ് വേറൊരു കാര്യം നോക്കണമല്ലോ. ഇപ്പം മാച്ചൊക്കെ നേരെ പോണ്, അല്ലാണ്ട് നമുക്ക് എന്തായാലും ഹോം അടിക്കണം. ഗൈസ് ഇത് മാച്ചൊന്നും ഇപ്പോൾ കളിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ നമ്മൾ മാച്ചൊന്നും കളിക്കണില്ല. ഓ ഗൈസ് നമുക്ക് ആദ്യം പ്ലെയറിനെ വാങ്ങട്ടോ. സീസൺ കിക്ക് ഓഫ് ഇവരായിട്ടാണ്. നമുക്ക് ആദ്യം ഗെയിം പ്ലാൻ നോക്കട്ടെ. ആദ്യം നമുക്ക് ലൊട്ട ഗെയിം പ്ലാൻ തന്നെ ആവുമല്ലോ അല്ലേ. ഓക്കെ നമുക്ക് എങ്ങനെ ഇപ്പോൾ ആൾക്കാരെ വാങ്ങല്? ടീം റിഫ്യൂസ്മെൻറ്റ് നോക്കട്ടെ. ഡ്രീം ടീം പ്ലെയർ, ഡ്രീം ടീം മാനേജർ, ഡ്രീം ടീം. ഓക്കെ ഇത് നല്ലതാണല്ലോ. ഡ്രീം ടീം പ്ലെയർ ആരെങ്കിലും വാങ്ങാൻ കഴിയും. കാശ് ക്യാൻറ്റോണാണ് വാങ്ങാനില്ലേ. ക്യാൻറ്റോണിനെ പിടിച്ചിടാം, അതാവും നല്ലത്. സൈൻ ചെയ്യാമെങ്കിലോ ഇതൊക്കെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും പൈസ കൂടുതലാണ്. എന്നാൽ ശരി നമുക്ക് ഗോൾ അടിക്കണം. അതിന് വേണ്ടി ഫോർലാൻ വാങ്ങാം കാശ്, അതാവും നല്ലത്. കാരണം എന്താ വെച്ചാൽ അതും കഴിയൂലേ. അത് സൈൻ ചെയ്യാൻ കഴിയത്ത് കാശ്. എന്നാൽ ഒലിവർക്കാൻ നോക്കട്ടെ. അതെന്താ സോറി കാശ് കയ്യും തോന്നുന്നില്ല. ഇതിലാരും കഴിയൂലല്ലോ. നമുക്ക് നടി വേണ്ടി വരും. നല്ല ഇതിനൊക്കെ കഴിയാനായിരിക്കില്ല. ഇതിലാരും കഴിയില്ല. ഡ്രീം ടീം മാനേജർ നോക്കുന്നുണ്ട്. റൈക്കാർഡിനെ അതൊരിക്കലും റൈക്കാർഡിനെ സൈൻ ചെയ്യാം. കോച്ചായി സൈനകാർഡ് നല്ല ആദ്യം നമ്മൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം. നമുക്ക് അത് ലാസ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യം വേറെ എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കാം. പാക്സിലൊന്നും വന്നിട്ടില്ല. സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഫ്രീ സ്പിൻ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കറക്കാം. ഒരു മിനിറ്റ്. പ്ലെയർ ഓഫ് ദി വീക്ക് ഇതാണ്. എന്ന പ്ലെയർ ഓഫ് ദി വീക്ക് പറഞ്ഞാൽ ഹാളൻഡ് ഉണ്ട്. ലോങ് റേഞ്ച് കോളർ അവരുടെ സ്കില്ലിലാണ് വന്നിരിക്കുന്നത്. ഫോക്സ് ഇൻ ദി ബോക്സ് ആണ്. കിടിലാണ്. വേണ്ടവരുണ്ട്. നമ്മളെന്തായാലും കറക്കും. നമ്മളെ ടാർഗറ്റ് പറഞ്ഞാൽ കൽഹങ്കുലു കേട്ടോ. നല്ല തന്നെയാണ്. ഡെമ്പല ഉണ്ട്. ഗോൾ പോച്ചർ. കൽഹങ്കുലു നല്ല കിടിലം കാർഡുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഓനെ എപ്പോഴും അടിപൊളിയാണ് വരല്. ഓർക്കസ്ട്രേറ്റർ നമുക്ക് കൽഹങ്കുലു ആകുന്നുണ്ട്. എന്നാലും കിട്ടിയാലും നമ്മളെന്തായാലും ഉപയോഗിക്കാനൊന്നും പോണില്ല. സിയോൾ പിന്നെ റാഷ്ഫോർഡ് ഉണ്ട്. ഗ്രിമാൾഡോ, ഡേവിഡ് ഡിഗ്ഗി, എംറിക്കി അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെ പ്ലെയർ ഓഫ് ദി വീക്കിൽ നോക്കുകയാണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് വേറെ എന്തെങ്കിലും ഗൈസ് ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ കറക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ കറക്കില്ല. ഞാൻ എല്ലാം കൂടി കൂട്ടിയിട്ടല്ലേ നമ്മൾ കറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ ഇതിലൊരു ഫ്രീ സ്പിൻ ആരും വന്നിട്ടില്ല. ഓക്കെ പിന്നെ അങ്ങനെയായിട്ട് മെയിനായിട്ടൊന്നും ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ ഉള്ളോക്കാം. മറ്റേ 8 ഗൈസ് ഇനിയസ്റ്റ ഫെർണാണ്ടോ ടോറസ് ഇതിൽ കിട്ടിയാൽ പൊളിക്കൂട്ടോ. നമുക്ക് ആരെ കിട്ടിയാലും മതി. ഈ രണ്ടാളിൽ 100 ആൾക്കാരും ഉള്ളൂ. ഒരു ഫ്രീ സ്പിന്നും പൊളിയാവും. കിട്ടിയാൽ പൊളിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഫ്രീ സ്പിൻ കറക്കാം. ഒരു ട്രിപ്പ് ഞങ്ങൾ വെറുതെ കൊടുക്കുന്നു. അടിച്ചാ 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 ഇല്ല കാശ് മൂഞ്ചിന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനിയസ്റ്റിനെ ആരും അടിച്ചിട്ടില്ല. അതിലെന്താ ഫ്രീ സ്പിന്നിലൊന്നും പിന്നെ നമുക്ക് ലക്കില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും പറയാം ഇതിൽ ഫ്രീ സ്പിന്നിൽ എനിക്ക് കിട്ടിയാൽ ഞാനാ പറയണേ ഞാൻ ഇതിൽ എന്തൊക്കെയാണ് കറക്കും. ഫ്രീ സ്പിന്നിൽ എന്തായാലും കിട്ടില്ല. ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ് കാശ്. ഫ്രീ സ്പിന്നിലൊക്കെ 3 പെന്നെ ഉണ്ടാവുള്ളൂ. ഇതിലൊന്ന് ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്നല്ല കറക്കണേ. 20 ദിവസത്തിനുണ്ട് കേട്ടോ. അത് 20 ദിവസത്തിനുണ്ട്. നമുക്കൊരു 3 ആഴ്ചക്കൊക്കെ ഉണ്ടാവും. 3 ആഴ്ചക്ക് ഉണ്ടാവും ഈ പാക്ക്. അപ്പോൾ നമുക്ക് ഞാൻ പറയട്ടെ അടുത്ത ആഴ്ച കറക്കേണ്ടത് ഈ പാക്ക് പോകണ തലേന്നൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അതിനിടെ 8 വരികയാണെങ്കിൽ അതിലും കറക്കാം. 10 ഫ്രീ സ്പിന്ന് 10 ഉണ്ട്. 8 9 ഉണ്ടാവുള്ളൂ. ഇതിലൊട്ട് ഇതിലൊന്ന് 9 അല്ലേ. പിന്നെ ഇല്ല വയസ്സ് വേറെ ഒന്നും കൂടി ഉണ്ട് എന്നാണല്ലോ പറയണേ. ഇതാ അറിയില്ല ഇതൊക്കെയായാലും. പിന്നെ ഇതെന്താ വയസ്സ് ഇതെന്താ വെറുതെ നമ്മൾ ഇതിലും ഇറക്കിയില്ല അല്ലേ. ഇതിലെന്തൊക്കെയായാലും ആരും കിട്ടാനൊന്നും പോണില്ല. കിട്ടൂല. എന്തായാലും നമ്മളോട് കറക്കിയിട്ടുണ്ട്. ഇതാരും കിട്ടിയിട്ടുമില്ല.
പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വന്നിക്കണോ? പാക്സ് ഇല്ല, വെക്കുമ്പോറന്നെയാണല്ലോ കിടക്കണം, അതില്ല നടത്തും. കസ്റ്റമൈസബിൾസിലും ഒന്നുമില്ല. പിന്നെ ബാക്ക് അടിച്ച് മൈ ടീം ഗെയിം പ്ലാനൊക്കെ നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. വേറെ ഒന്നും അങ്ങനെയായിട്ട് വന്നിട്ടില്ല. നമുക്ക് ഫ്രീ ആയിട്ട് പ്ലെയറിനൊന്നും തരുന്നില്ല കേട്ടോ, നമുക്ക് തരൂല, അത് വേറെ കാര്യം. ഇനി നമുക്ക് ഇതിൽ മാസ്റ്റർ ലീഗ് നോക്കാം. മാസ്റ്റർ ലീഗ് പോവുകയാണെന്നുണ്ടെങ്കിൽ 50 കോയിൻസ് കിട്ടും. അല്ല, മിഷൻസ് ഉണ്ടല്ലോ അല്ലേ? മിഷൻസിൽ എന്താ വന്നിട്ട് നമ്മൾ നോക്കിയതല്ലോ, മാച്ച് പാസ് അങ്ങനത്തെ രീതിയിൽ. അതിലെന്താ വന്നിട്ട് നമ്മൾ നോക്കിയില്ല, അതൊന്ന് നോക്കാം. മിഷൻസ് ഇതാ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഫ്രീ സ്പിൻ ഇടാം. അപ്പോൾ 3 കളി വെച്ചാണ്, അപ്പോൾ 60 കളിയായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. 60 കളിയായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു ഗൈസ്. 3, 6, 12, 9, 12, 20 ഗൈസ്. 20 കളി വരെ നമുക്ക് ഫസ്റ്റത്തെ വീക്ക് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ 60 കളി വരെ അല്ലേ? 60 കളി വരെയാണ് കറക്റ്റ് ഗൈസ്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞാൽ വേറെ എന്തായാലോ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാവർക്കും കിട്ടില്ല ഇത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം ഒരു മിനിറ്റ്. ഇത് അതിൽ തന്നെ അല്ലേ, ഇതിൽ വേറെ പാക്കൊന്നുമില്ല. എപ്പിക് പാക്ക് ചിലപ്പോൾ കിട്ടാത്തവർക്ക് മാത്രമായിട്ടുള്ളതാവും അത് വരിക. നമുക്കിപ്പോൾ ആണെങ്കിൽ 8 എണ്ണം കറക്കാം, നമ്മൾ കറക്കൂല. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ചാണ് കറക്കും. പാക്ക് ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ വരുന്നതാണ് എല്ലാം കൂടിയും കൂട്ടി. പിന്നെ മെയിനായിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല കാശ്. മാസ്റ്റർ ലീഗ് എന്തായാലും നമുക്ക് നോക്കണം. അതിന് മുമ്പ് ടൂർണമെൻറ്റ് എന്തോ ഉണ്ട്, ഇവൻറ്റ്സൊക്കെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ടൂർണമെൻറ്റ് എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. അതാ ടൂർണമെൻറ്റ് ഓപ്പൺ എന്താ ക്വാളിഫയർ ആണ്. നമുക്ക് ആവശ്യമുള്ള 50 കോയിൻസിനൊക്കെ ഇതിൽ കിട്ടുമായിരിക്കില്ലേ? 100 കോയിൻ ഇതിൽ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് അതിലൊക്കെയാണ് എൻ്റർ ചെയ്യാം. എക്സ്ക്ലൂസീവ് ഒന്നും ഇല്ലല്ലോ, നമ്മുടെ ടീം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിലത്തെ 100 നമുക്ക് കോയിൻ കുറേ ആവും. ലാസ്റ്റ് നമ്മൾ ഇതിൽ തന്നെ കറക്കും കഴിച്ചു. ഇബ്രാഹിമോവിച്ചിൻ്റെ തന്നെ കറക്കാൻ സാധ്യതയുണ്ട്. 8 വരാൻ കാത്തുക്കൂല. കാരണം എനിക്ക് നല്ലൊരു സെൻറ്റർ ഫോർവേഡ് ആണെന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിമോവിച്ചിനെ കിട്ടിയാൽ കൊള്ളാം. ഇബ്രാഹിമോവിച്ചിനെ കിട്ടണം എന്നുള്ള ഇത് തന്നെയാണ്. പിന്നെ മാസ്റ്റർ ലീഗ് നോക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെ വാങ്ങാൻ കഴിയുന്നില്ല കാശ്. അതൊന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് ടീം മാനേജ്മെൻറ്റിൽ പോയാണ്ട് ഇതെക്കുക. ഡ്രീം ടീം പ്ലെയർ സൈനും ഫ്രം മാച്ചിലെ ക്യാൻ സൈൻ ഫ്രം മാച്ചിലെ വെറുതെ അല്ല കാശ്. മാച്ചിലെ 2 to 5 നമുക്കിത് സൈൻ ചെയ്യാൻ കഴിയുള്ളൂ. മീൻസ് ഒരു കളി കളിക്കണം എന്നിട്ട് സൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും മാനേജറിനെ വാങ്ങണ്ട, അതിന് മുമ്പ് പ്ലെയറിനെ വാങ്ങണം. എന്തായാലും പ്ലെയറിനെ വാങ്ങും നമ്മൾ. ഇതിൽ എന്തൊക്കെയുണ്ട്? 50 കോയിൻ ഉണ്ടല്ലേ? 4000. ഇതെന്താ സംഭവം? എങ്ങനെ കിട്ടില്ല ഗൈസ്? എങ്ങനെ കിട്ടില്ല? നമ്മൾ ഇതിൽ ഓരോന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും. അങ്ങനെയാണ്. അതിൻ്റെ പോയിൻ്റ് അനുസരിച്ചാണോ എനിക്കറിയില്ല. 400,000 400,000 ഇവിടെ 100,000 ഇല്ല, ബിഗിനറിന് 100,000. ഓക്കെ, നമ്മൾ 400 അങ്ങനെ ഇതിൻ്റെ പോയിൻറ്റ്സിനനുസരിച്ചാവും അല്ലേ ആൾക്കാരെ കിട്ടൽ. 4000 50 കോയിൻസ് 8000 പോയിൻറ്റ്സ് വരെ ഉള്ളു. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്താ ഇതെന്തൊക്കെ ഉണ്ട്. പിന്നെ ഇത് മെഷീൻസ്. ഫസ്റ്റ് ഇത് വിന്ന് ചെയ്താൽ 2 എണ്ണം വെച്ച് കൂടും. അപ്പോൾ എന്തായാലും ഒരു 10 കളി ജയിച്ചാൽ മതി. പിന്നെ കോമ്പറ്റീഷൻ ഇൻഫോ പോവുകയാണെങ്കിൽ ഇതാ നമ്മളെ മൈ ലീഗ് തന്നെ ഈ ഫുട്ബോൾ ലീഗ് ചെയ്ത് 6 ദിവസം കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. എന്തൊക്കെയോ ആണ്. ഇപ്പോൾ മാസ്റ്റർ ലീഗ് എന്താ അറിയാത്തുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഉണ്ട്, പോയി കണ്ടു നോക്കുക. നമ്മളെ ഫസ്റ്റത്തെ മാച്ച് ഇതാ ബെറേറ്റ്, പിന്നെ ബെറേറ്റ് ആണ് ആൽബു പറഞ്ഞൊരു ടീം, പിന്നെ അത്ലറ്റിക്കോനായിട്ടാണ്. അങ്ങനെ ഓരോരോ ടീമിനായിട്ടാണ് നമുക്ക് മത്സരങ്ങളുള്ളത് കേട്ടോ. ഇത് ഫിക്സ്ചറാണ് കേട്ടത്. ഡിസംബർ ഇതോരോരോ മാസങ്ങളിലാണ്. ഇത് ഓഗസ്റ്റ് ആണ്, ഇത് സെപ്റ്റംബർ ആണ്. അതൊക്കെ ഉണ്ടാവും ഗൈസ്. കിടിലാവും. മെയ്യിൽ ആണ് ലാസ്റ്റ് മാച്ച് ഡേ 38 വരുന്നത്. അതൊക്കെ എന്തായാലും നമ്മൾ തീർക്കും. മാസ്റ്റർ ലീഗ് ആവും നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോണേ അല്ല. അപ്പോൾ ഒരു മിനിറ്റ് കിട്ടുക. നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതി കാണിക്കലേ ഈ ഫുട്ബോൾ ലീഗ് അങ്ങനെ തന്നെ
ഹയസ്റ്റ് PvP തന്നെയാണോ ഗൈസ്? എന്താ ഈ ഫുട്ബോൾ ലീഗ് ഇല്ലല്ലോ ഇപ്പം ലീഗ് ഇല്ലല്ലോ ഗൈസ്. ഷോപ്പിൽ സെയിൽ അടക്കമുണ്ടാവും. ടോയിൻ സെയിൽ വേണ്ടവർക്ക് വാങ്ങാൻ നമ്മളൊന്നും ഇല്ലല്ലേ. കുഴപ്പമില്ല. നമ്മളെന്തായാലും F2P ആണ്. നമ്മൾ പൈസ ഒന്നും പിടിക്കില്ലല്ലോ. GP നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസാറിൻ്റെത് ബൂസ്റ്റർ അതൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മളൊക്കെ GP ഇല്ല ഗൈസ്. നമ്മളൊക്കെ GP ഇല്ല ഗൈസ്. നമ്മളിപ്പോൾ GP ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ GPക്ക് വേണ്ടി കളിക്കലില്ല. അതുകൊണ്ട് നമുക്ക് GP ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് മാസ്റ്റർ ലീഗ് തന്നെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഇത് നോക്കാം ഗൈസ്. ഇവൻറ്റ്സ് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻറ്റ് PvP പോയാൽ 50 കോയിൻ്റെ ഒരു മാച്ച് ഉണ്ട്. നമുക്ക് ഗൈസ് ഇപ്രാവശ്യം കുറച്ചൊക്കെ കോയിൻസ് ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിൽ ഒരു തന്നൊക്കെ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു കോയിൻസ് ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെന്തായാലും അതെന്താ നാഷണൽ ടീമാണ്. അപ്പോൾ ബ്രസീൽ എടുക്കും. ഞാൻ ബ്രസീൽ എല്ലാന്നാണ് വിചാരിച്ച്. ബ്രസീൽ നമ്മൾ അർജൻറ്റീന ഫാനാണ്. നല്ല പ്ലെയേഴ്സുള്ള ബ്രസീലാണ് കേട്ടോ. ഗൈസ് യൂസ് എക്സ്ക്ലൂസീവ് സ്കോഡ് കേട്ടോ. ഒക്കെ മതി. നമ്മൾ ഇന്ന് മാച്ചൊന്നും ഇല്ല. ഇന്ന് എന്തൊക്കെയാണ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവൻറ്റ്സ് VSAയിൽ നോക്കുകയാണെങ്കിലും ഉണ്ടാവും. ഫ്രീ സ്പിന്നുണ്ട്. ഒരു പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിന്നിൻ്റെ ഇതുണ്ടാവും. ഇതാ അതുകൊണ്ട് ഗൈസ് എക്സ്ക്ലൂസീവ് ഗെയിം പ്ലാൻ ഇതന്നെ. വേറെ ഒന്നും അങ്ങനെയായിട്ട് മെയിനായിട്ട് വന്നിട്ടില്ല കേട്ടോ. മെയിനായിട്ട് വന്നതിനാണെങ്കിൽ നമ്മൾ അറിയിക്കുന്നതാണ്. പാക്ക് ഓപ്പണിങ് നമ്മളത് ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തൊന്നും ആവില്ല. 3 ആഴ്ചക്ക് ഉണ്ടല്ലോ ഈ പാക്ക്. അപ്പോൾ എന്തായാലും 3 വീക്ക് കഴിയും നമ്മളെ പാക്ക് ഓപ്പണിങ്. ഈ പാക്ക് പോണേൻ്റെ തലേന്നോ അന്ന് നമ്മൾ ഇത് വരുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കഴിഞ്ഞ ഉടനെ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇവനെ എടുക്കണം. ഇതിൽ നമ്മൾ ടാർഗറ്റ് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട് പറയും. ഒന്ന് മെയിൻ ടാർഗറ്റ് പറഞ്ഞാൽ റൊണാൾഡീഞ്ഞോയും ടൊട്ടിയാണ്. ഫ്രാൻസിസ്കോ ടൊട്ടിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ടൊട്ടിയും റൊണാൾഡീഞ്ഞോ ആണ് മെയിൻ ടാർഗറ്റ്. പിന്നെ ജെറാർഡും എഡ്മിൽസണും എല്ലാവരും ടാർഗറ്റാണ്. കഫ് കാണുന്നില്ല. കഫിൻ്റെ ഒക്കെ ഉണ്ട്. എന്നാലും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എല്ലാവരും നല്ല കാർഡായിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടണമെന്നുള്ളത്. ഞാൻ ഇതിൽ അടുത്ത ആഴ്ച ആ പാക്ക് തന്നെ പോകും. റൈ കാർഡ് ആ പാക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.